റംസാൻ വ്രതാരംഭത്തിന് തുടക്കമായതോടെ മലയോര മേഖലയിൽ പഴവിപണിയും സജീവമായി. മുൻ വർഷത്തെ അപേക്ഷിച്ച് അല്പം വില കൂടുതലുണ്ടെങ്കിലും വിപണിയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിശുദ്ധിയുടെയും ത്യാഗത്തിൻ്റെയും നാളുകൾക്ക് തുടക്കമായതോടെ മലയോര മേഖലയിലും പഴവിപണി സജീവമായി. ഇത്തവണ റംസാൻ വിപണിയെ ഏറെ സ്വാധീനിക്കുന്നത് കേരളത്തിൽ തുടർന്ന കഠിനമായ വേനൽ ചൂടാണ്. നോമ്പുതുറയുടെ മധുരവും കുളിർമയും തേടി എത്തുന്ന വിശ്വാസികൾക്ക് വിലക്കയറ്റം ചെറിയൊരു വെല്ലുവിളിയാകുന്നുണ്ടെങ്കിലും മലയോരത്തെ പഴവിപണിയിൽ തിരക്കിന് ഒട്ടും കുറവില്ല. ഒരു പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നോമ്പെടുക്കുന്ന വിശ്വാസിക്ക് വൈകുന്നേരം നോമ്പ് തുറക്കിയെത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പഴവർഗ്ഗങ്ങൾ തന്നെയാണ്. കേവലം ഒരു ആഹാരം എന്നതിലുപരി ആരോഗ്യപരമായും മതപരമായും പഴവർഗ്ഗങ്ങൾക്ക് റംസാനിൽ വലിയ പ്രാധാന്യമുണ്ട്. കടുത്ത ചൂടിൽ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്ന പഴങ്ങൾക്കാണ് ഇത്തവണ വിപണിയിൽ വലിയ ഡിമാൻഡുള്ളത്. നോമ്പുതുറ സമയത്തെ ദാഹം ശമിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് തണ്ണിമത്തനാണ്. സാധാരണ ചുവന്ന ഇനത്തിന് പുറമെ കുരുവില്ലാത്ത തണ്ണിമത്തനും മഞ്ഞ നിറത്തിലുള്ള കിരൺ തണ്ണിമത്തനും ഇത്തവണ വിപണിയിൽ സജീവമാണ്. മിക്ക പഴങ്ങൾക്കും കഴിഞ്ഞ ആഴ്ചയേക്കാൾ തന്നെ 20% വരെ വില ഉയർന്നിട്ടുണ്ട്. പൈനാപ്പിൾ 100, മുന്തിരി 120, കറാച്ചി മുന്തിരി 160, കക്കിരി 40, തണ്ണിമത്തൻ 30, ഷമാം 50, ആപ്പിൾ 200, ഓറഞ്ച് 100, പേരയ്ക്ക 100, തണ്ണിമത്തൻ കിരൺ 40, ഡ്രാഗൺ ഫ്രൂട്ട് 150 എന്നിങ്ങനെയാണ് കിലോഗ്രാമിന് വില വരുന്നത്. തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും പഴങ്ങൾ എത്തുന്നത്. എന്നാൽ കടുത്ത വേനൽ കാരണം ഈ സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദനം കുറഞ്ഞത് വിലക്കയറ്റത്തിൻ്റെ വെല്ലുവിളികളുണ്ടെങ്കിലും മധുരമുറുന്ന പഴങ്ങളുമായി വിപണി ഇത്തവണത്തെ റംസാനെ ആഘോഷമാക്കുകയാണ്. പള്ളികളും വീടുകളും കേന്ദ്രീകരിച്ചുള്ള ഇഫ്താർ സംഗമങ്ങൾ സജീവമാവുന്നതോടെ വരും ദിവസങ്ങളിൽ വിപണിയിൽ വില ഇനിയും ഉയരുമെന്നാണ് സൂചന. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.